എന്തിനാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഒരു സംവിധാനം അള്ളാഹു നമുക്ക് ഒരുക്കി തന്നത്? നമുക്ക് മനസ്സിലാകുന്നതും പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നതും നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞില്ല. അതിന്റെ കാരണം എന്താണ് അങ്ങനെ നമുക്കിങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞ ഒരു രാത്രി, എന്താണ് അതിന്റെ കാരണം? നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ കാരണം നമുക്കറിയാം. ലോക ചരിത്രം പരിശോധിച്ചാൽ, തലമുറകളുടെ ചരിത്രം പരിശോധിച്ചാൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ് കുറഞ്ഞവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ശരാശരിയായി പറയുന്നത് കേട്ടോ, 60 to 70 ആണ്. ശരാശരിയാണ്. 60 മുതൽ 70 വരെ. 90-100 ഒക്കെ ജീവിച്ചവരിന്റെ ഇടക്കുണ്ടാവും. അതേ നബി തന്നെ പറഞ്ഞു, നഹ്നു അൽ-ആഖറൂൻ വസ്സാബിഖൂന ഫിൽ ജന്ന. നമ്മളാണ് ഏറ്റവും പിന്നിൽ വന്ന അവസാനത്തെ സമൂഹം, എന്നാൽ സ്വർഗത്തിൽ മുൻകടക്കുന്നവർ നമ്മളായിരിക്കും. ഇതെങ്ങനെ സംഭവിക്കുക? കുറഞ്ഞ ആയുസ് നമ്മളാണുള്ളത്, എന്നാൽ സ്വർഗത്തിൽ നമ്മളായിരിക്കും മുമ്പിൽ. 950 വർഷം ജീവിച്ച നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഗ്രാജുവലായി ആയുസ് കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. അപ്പൊ അതുകൊണ്ട് തന്നെ 950 കൊല്ലം നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മൾ എത്തൂലല്ലോ. നമ്മൾ ഈ 60-70 അതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ കഴിഞ്ഞു പോകാനുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരവസരമാണ് അത് മേക്കപ്പ് ചെയ്യാൻ. അതാണ് ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുന്നത്. ആകണം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ലൈലത്തുൽ ഖദർ എന്ന് പേര് കിട്ടിയത്? യഥാർത്ഥത്തിൽ എന്താ ഈ രാവിന്റെ പ്രത്യേകത? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ രാവിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ള വേറൊരു പുതുമയൊന്നും ഇതിലില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി നല്ല പേര് ലൈലത്തുൽ ഖുർആൻ എന്നല്ലേ, അല്ലെങ്കിൽ ലൈലത്തുൽ ഫുർഖാൻ എന്നൊക്കെ പറയുന്നതാണല്ലോ. എന്താണ് ഇതിന് ലൈലത്തുൽ ഖദർ എന്ന് പേരുവിടാൻ കാരണം? 5 കാരണങ്ങൾ നമുക്ക് ഖുർആനും ഹദീസും വായിച്ചാൽ മനസ്സിലാവും. ഒന്നാമത്തെ കാരണം ലിഅളീമി ഖദ്രിഹാ വജലാലതി മക്കാനതിഹാ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ലൈലത്തിനുള്ള, ഈ രാവിനുള്ള മഹത്വം, അതിന്റെ ഗാംഭീര്യമാണ്. 2 കാരണങ്ങളാണ് മഹത്വവും ഗാംഭീര്യവും ഉണ്ടാകാനുള്ളത്. ഒന്നാമത്തേത് മഗ്ഫിറത്തു ദുനൂബ്, രണ്ടാമത്തേത് സത്റുൽ ഉയൂബ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്ന രാവാണ് ഇത്. എല്ലാ ന്യൂനതകളും അള്ളാഹു മറച്ചു വെക്കുന്ന രാവാണ്. രണ്ടും വലിയ വിഷയമാണ്. പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമ്മളൊക്കെ തെറ്റുകൾ എത്ര ചെയ്താലും ഇന്ന് രാത്രി നമ്മൾ കൈപോക്കിയാൽ അള്ളാഹു അത് മായ്ച്ചു തരും. പിന്നെ പൊറുക്കാനുള്ള ചില സംഗതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഓർമ്മയിലുണ്ട്. 5-6 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ അള്ളാഹു പൊറുക്കും. അതിന്റെ പുറമെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ രാവിൽ ശരിയാവും. 2 സത്രുൽ ഉയൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ. ആളുകൾ അറിഞ്ഞാൽ മോശ, പക്ഷെ അറിഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്, നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ഇവിടെ ഇരിക്കൂല. പക്ഷെ എന്തുകൊണ്ടാണ് അറിയാത്തത്? അത് അള്ളാഹു മറച്ചു വെച്ച് തന്നതാ. നമ്മളാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാവരും ജീവിതത്തിലുണ്ട്. അള്ളാഹു തആലയുടെ ഒരു പേരാണ് എന്ത്? സത്താർ. സത്താർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഏറ്റവും കൂടുതൽ മറച്ചു വെക്കുന്നവൻ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം ഭാര്യ അറിയാൻ പാടില്ലാത്ത ചിലതില്ലേ? പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുണ്ടാവും. മനുഷ്യനാകുമ്പോ അതിനൊക്കെ ഉണ്ടാവും. നമ്മൾ പൊറുക്കലിനെ തേടുക. അള്ളാഹു നമുക്ക് നൽകുന്ന അംഗീകാരമാണെന്ത്? ഈ മറച്ചു വെക്കുക എന്നത്.
അള്ളാഹുവിനത് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു സിത്ര, അള്ളാഹു മറച്ചു വെക്കലിനെ ഇഷ്ടപ്പെടും. നമ്മളും ചെയ്യേണ്ടത് ഒരാളുടെ ന്യൂനതകൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരല്ല, മറിച്ച് പരമാവധി എന്ത് ചെയ്യുക, മറച്ചു വെക്കുക, അയാൾ ഉപദേശിക്കുക, നന്നാക്കാൻ ശ്രമിക്കുക. നമ്മളെ ഏൽപ്പിച്ചത് അതാണ് അള്ളാഹു നൽകുന്നത്. ഈ രണ്ട് സംഗതികളെ കൊണ്ട് ഈ രാവിലെ എന്തുണ്ട്, മഹത്വമുണ്ട്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇന്നഹു മിനത്ത്വയ്ർ ഹിയ ലൈലത്തുൻ തദീഖു ഫീഹാ അൽ-അർദ് അനിൽ മലായിക അല്ലദീന യൻസിലൂൻ. ദീഖ് എന്നർത്ഥമുണ്ട് ഖദർ എന്നുള്ളത്. ദീഖ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങുക. സൂറത്ത് തൗബയിലെ സൂറത്ത് തലാഖിലെ 7-ാമത്തെ ആയത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, കുടുക്ക്, ഇടുക്കം എന്നുള്ള അർത്ഥത്തിൽ. എന്താണ് ഈ ലൈലത്തുൽ ഖദറും ഇടുക്കവും തമ്മിൽ ബന്ധം? അന്ന് ഭൂമി ഇടുങ്ങും. എന്താ ഇടുങ്ങാൻ കാരണം എന്നറിയാം? ഭയങ്കര ജാം വരും. ആരെക്കൊണ്ട്? തനസ്സലുൽ മലായികതു വറൂഹു ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആരെക്കൊണ്ട്? മലക്കുകളെ കൊണ്ട് ഭൂമി ഇടുന്നു. അല്ലാഹു പറഞ്ഞതാ തനസ്സൽ മലായികതു വറൂഹ്. മലക്കുകൾ ഇങ്ങനെ വരിക, നിരന്തരം വന്നുകൊണ്ടേയിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. എന്തിനാ വരുന്നത്? ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സൂറത്ത് ദുഖാനിൽ ഒന്നുകൂടി വിശദീകരിച്ചു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ. അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള എല്ലാ കൽപ്പനകളുമായി ഓരോ വർഷം നടപ്പാക്കാനുള്ള കൽപ്പനകൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന അള്ളാഹുവിന്റെ അടിസ്ഥാന രേഖയിൽ നിന്ന് അതാത് വർഷം നടപ്പാക്കേണ്ടവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഈ രാവിലാണ്. ഇത് ഒരു നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞു കേട്ടോ. എന്താ ഈ പറഞ്ഞത് നിങ്ങൾക്കറിയോ? നമ്മള് നിയമസഭയിലോ പാർലമെന്റിലോ ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അല്ലത് പറയുന്നത്. ഇത് ഫുള്ള് കാര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്, ചില മനുഷ്യന്മാരുണ്ടാവും ഇങ്ങനെ നടക്കണേ, അവർക്കറിയില്ലല്ലോ ഈ കൊല്ലം പോകാനുള്ളതാണ്. പോകാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എഴുതി വെക്കലേ ലൈലത്തുൽ ഖദറിന്റെ അന്ന് കണക്ക് കൊടുക്കൽ. അവിടെ ഉണ്ട് ലൗഹുൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് ആണ് ഒറിജിനൽ രേഖ. അവിടുന്ന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്കറിയില്ല എന്താ വാചകം എന്ന് പറയുന്നത്, അറിയില്ല. ആ രാവാണിത്. നിസ്സാരമല്ലത്. നമുക്കിതിന്റെ സീരിയസ്നെസ് വരാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവം. അള്ളാഹു നമുക്ക് കണക്കാക്കുന്ന രാവാണ്, നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രാവാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ അള്ളാഹുമായി ബന്ധമുണ്ടാകേണ്ട രാവാണെന്നർത്ഥം. പറഞ്ഞില്ലേ, മലക്കുകളെ കൊണ്ട് ഇടുങ്ങും എന്ന് പറഞ്ഞു. മലക്കുകളെ കൊണ്ട് ഇടുങ്ങും. ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാൾ മലക്കുകൾ ഉണ്ടാവുമ്പോൾ. പക്ഷെ നമ്മൾ കാണാത്തതുകൊണ്ട് മലക്കുകളെ നമ്മൾ കാണൂല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പള്ളിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണോല് ശരിക്ക് കരുതിക്കൊള്ളി, രാത്രി പിന്നിലും സൈഡിലും ബാക്കിലും ഒക്കെ മലക്കുകൾ. എന്തിനാ മലക്കുകളെ അയക്കണത്? സലാമുൻ, അതിനു വേണ്ടി, സമാധാനം തരാൻ. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. നമ്മളല്ല, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനത്തെ സ്ഥലത്താകണമെന്ന് മാത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പിന്നിലിരിക്കണ മലക്കുകൾ ഇങ്ങനെ മറുപടി പറയും, ആമീൻ പറയും. വലക ബിമിസ്ലിഹി ആമീൻ. നമ്മൾ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കാം, അപ്പം വലക ബിമിസ്ലിഹി ആമീൻ. നമ്മൾ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കാം, അപ്പം വലക ബിമിസ്ലിഹി ആമീൻ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര സംഭവമാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. വല്ലാത്തൊരു സംഭവം. മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ പറ്റൂല. എന്താണത് എന്നുള്ളത്. ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ. ചിറകുകളുള്ള ഒരു പ്രത്യേക ജീവി. അല്ലാഹു അല എന്താണ്? എത്ര ചിറക? 2 ചിറക്, 3 ചിറക്, 4 ചിറക്, കുറെ ചിറക് വേറെ. പിന്നെ സ്പെഷ്യൽ ചിറക് വരുന്നുണ്ട് ലൈലത്തുൽ ഖദറിന്റെ അന്നൊക്കെ. ഇതൊന്നും
നമുക്ക് വരക്കാനൊന്നും കഴിയൂല, ഇതിനെ പറഞ്ഞാലൊന്നും നമ്മളെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അഭൗതികമായ, അള്ളാഹു ബദറിൽ സഹായിച്ചത് ഈ മലക്കുകളെ കൊണ്ടാണ്. ബദറിൽ നമ്മൾ പറഞ്ഞല്ലോ ഓരോ തരം രസകരമായ സഹായങ്ങൾ അള്ളാഹ് സഹായിച്ചത് മലക്കുകളെ കൊണ്ട്. അള്ളാഹു തആല ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം ഈ രാത്രി ഇവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ ഈ സംവിധാനം ആകാശലോകത്ത് നിന്ന് എങ്ങോട്ട് മാറ്റാണ്? ഭൂമിയിലേക്ക് മാറ്റാണ് നമുക്ക് വേണ്ടി. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടണം, അള്ളാഹു നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ലൈലത്തുൽ ഖദറിന്റെ മൂന്നാമത്തെ ആശയം, ഇന്നൽ ഖദറ അൽ ഹുക്ം കാനൽ അശ്യാഉ തുഖദ്ദറു ഫിഹാ. ഖദർ എന്ന അർത്ഥത്തിന് വിധിക്കുക എന്നർത്ഥമുണ്ട്. അഥവാ മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും വിധിക്കപ്പെടുന്ന രാവാകുന്നു. നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് വിധിക്കുന്നത്. അതാണ് മൂന്നാമത്തെ. ഇപ്പോൾ ഗൗരവമാണ്, അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തേത്, ലിഅന്ന മൻ ലം യകുൻ ലഹു ഖദറുൻ സാറ ബിമുറാഅതി ഹാദാ ഖദറിൻ. കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൻ ലം യകുൻ ലഹു ഖദറുൻ, ഒരു നിലവാരമില്ല അള്ളാന്റെ അടുത്ത് നോക്കുക. നമുക്കെന്നെ അറിയാലോ നമ്മളെന്താന്നുള്ളത്. നമ്മളെ ഉള്ളിൽ നമുക്കേ ശരിക്കും അറിയുള്ളൂ. അള്ളാന്റെ അടുത്ത് നമുക്ക് വല്ല നിലവാരമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ നിലവാരമില്ല എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യും? ഈ ഖദറിന്റെ ലൈലത്തിനെ പരിഗണിച്ചാൽ സാറ ബിമുറാഅതി ഹാദാ ഖദറിൻ, അതിനെ പരിഗണിച്ച കാരണത്താൽ ആ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത കാരണത്താൽ അള്ളാഹു പദവി നൽകും. നമുക്ക് കഴിഞ്ഞ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കെന്നെ തോന്നുന്നുണ്ട്, ഞാനൊരു അള്ളാന്റെ അടുത്തൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പിന്നോക്കക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ രാവിൽ നമ്മൾ പരിഗണിക്കുകയും ഈ രാവിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മളെടുത്തും അള്ളാഹു പരിഗണിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ അമലുസാലിഹാത്തുകളും ഈ രാവിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാം എന്തൊക്കെയാണോ നമുക്ക് അമലുസാലിഹാത്ത് എന്ന നിലക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ഈ രാവിൽ ചെയ്യാം. കുറച്ചെങ്കിലും കുറച്ച്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞ ഞങ്ങളോട് സദഖ, ദിക്ർ, തസ്ബീഹ്, ദുആ, ഖുർആൻ ഓതൽ, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, നല്ലതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒരാൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഒരാളെ തടയുക, കുടുംബബന്ധം ചേർക്കുക, ഒക്കെ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.